നെഞ്ചത്തെടുത്ത് വെച്ചിരുന്ന ഒരു 10-20 കിലോ ഭാരം ഒറ്റയടിക്ക് എടുത്ത് താഴെ വെച്ചതുപോലെയുണ്ട് മഞ്ജരി. ഇനി എനിക്ക് വിവേകിന്റെ കല്യാണത്തെക്കുറിച്ച് ഒന്നും പേടിക്കേണ്ടി വരില്ല. കുറിച്ച മുഹൂർത്തത്തിൽ ഉറപ്പിച്ച പെൺകുട്ടിക്കൊപ്പം വിവേകിന്റെ കല്യാണം നടക്കുമെന്ന് അറിഞ്ഞു. വിവേകിനെ കൊണ്ട് ചാരുവിനെ കല്യാണം കഴിപ്പിക്കാനല്ലേ തീരുമാനിച്ചിരുന്നേ? അങ്ങനെ തീരുമാനിച്ചത് അരുണിമേച്ചിയാ, ഞാനല്ല പണിക്കരെ. ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് ഇതുപോലെ താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തപ്പോ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്നേ. മഞ്ജരി, നീ എന്താടി ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നല്ലോ. മഞ്ജരി, എന്താ നിനക്ക് പറ്റിയേ? ഇതെന്താടി നിന്റെ മുഖം ഇങ്ങനെ? ഏത് രാജ്യത്തേക്ക് അയച്ച കപ്പലാ മുങ്ങിയേ? ഇത് കപ്പല് മുങ്ങിപ്പോയതൊന്നും അല്ല ആന്റി. എന്റെ ബ്രെയിൻ പൊട്ടിത്തെറിക്കും വിധം വലിയൊരു സംശയം തോന്നുവാ. എന്തെന്നാ അത്? വിവേകിന് താല്പര്യമില്ലാത്ത കല്യാണമാണ് നടത്താൻ പോകുന്നതെന്ന് നമ്മൾ അവിടെ വെച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവിടെ ഇരുന്ന ആ സ്ത്രീ എന്തുകൊണ്ടാ അങ്ങനൊരു എക്സാമ്പിൾ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. അവിടെ ഇരുന്ന ആ സ്ത്രീക്ക് ഓൾറെഡി നമ്മളെ കുറിച്ച് സകല വിവരങ്ങളും അറിയാം. നീ എന്താ മഞ്ജരി ഈ പറയുന്നേ? മുഖം പോലും അറിയാത്തൊരു സ്ത്രീ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയാനാ? അതാണ് നമ്മുടെ ഓവർ കോൺഫിഡൻസ് കാരണം നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവള് മുഖം അറിയാത്ത ഏതൊരു വ്യക്തിയല്ല, നമുക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാ. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് സകലതും അറിയാവുന്ന ഒരു വ്യക്തി. എന്റെ സംശയം ആസ്ഥാനത്തല്ലെങ്കിൽ അവിടെ ഇരുന്നത് മേഘനയാണ്. എന്റെ മഞ്ജരി, നിനക്ക് പ്രാന്ത പെണ്ണെ. മേഘന എങ്ങനെ അവിടെ വരാനാ മഞ്ജരി? നിന്റെ ഒരു കാര്യം, മരിച്ചുപോയ മേഘന പണിക്കരുടെ മുമ്പിൽ വന്നിരുന്നു എത്ര. ആന്റി, ഈ പാന്റിയാ ഭ്രാന്ത് വിളിച്ച് പറയുന്നത്. ഒരു വശത്ത് ഭാർഗവ പണിക്കര് മേഘന ജീവനോടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലേ, മറ്റൊരു വശത്ത് അവിടെ ഇരുന്ന ആ സ്ത്രീ നമ്മുടെ സകല വിവരങ്ങൾ അറിയാവുന്ന പോലെയല്ലേ സംസാരിച്ചത്. അവളുടെ ശബ്ദം പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് മേഘനയാണെന്നതിൽ യാതൊരു സംശയവും. സോ അത് മേഘനയാണെന്ന് ഞാൻ തെളിയിക്കാം. ആന്റി കണ്ടോ? ഡ്രൈവർ, വണ്ടി തിരിച്ചുവിട്. മഞ്ജരി, നീ വെറുതെ കാട് കയറി ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ കാട് കയറുന്നോണ്ട് മാത്രം നമ്മളിപ്പോ ഒരു വലിയ സത്യം കണ്ടുപിടിക്കാൻ പോകുന്നെന്ന് കരുതിയാ മതി ആന്റി. ഞാൻ പറയുന്നത് കേക്ക്, പോയി നോക്കാം. പെട്ടെന്ന് ആന്റി. എന്താ പിന്നെ ഈ വഴിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായോ? സംശയമല്ല പണിക്കരെ, ഉറപ്പാണ് എനിക്ക്. ഇതുവരെ നിങ്ങളുടെ മുൻപിലിരുന്ന ആ സ്ത്രീ ഏതാണ്? അത് നിങ്ങളുടെ വായെന്ന് എനിക്ക് കേൾക്കണം. നിങ്ങളെ പോലെ എന്റെ ഒരു വിശ്വാസിയാണ് അവര്. എന്നോടൊന്നോട് പറയാൻ ശ്രമിക്കണ്ട. സത്യം എന്താണെന്ന് എനിക്കറിയാം. എവിടെ ധൈര്യം ഉണ്ടെങ്കിൽ പറ, അത് മേഘനയായിരുന്നില്ലേ? എന്താ നിനക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം തോന്നാൻ? ചോദ്യത്തിന് മറുചോദ്യം അല്ല പണിക്കരെ ഉത്തരം. എന്നോട് സത്യം പറ, അവള് മേഘനയായിരുന്നില്ലേ? ഇത് നിന്റെ മനസ്സിന്റെ ചാഞ്ചല്യം മാത്രം. ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നതിന്റെ പ്രശ്നം. വളരെ അടുത്ത് തന്നെ മേഘനയെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? അതുവരെ ഒന്ന് കാത്തിരിക്കുക. മേഘന നിങ്ങളുടെ മുന്നിൽ വരാതിരിക്കില്ല. മഞ്ജരി, അവള് മേഘനയാണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നമ്മളോട് പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുമ്പിൽ എത്തുമല്ലോ. അന്ന് അവളെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. തൽക്കാലം പോകുന്നതാ നല്ലത്. നീ ഇങ്ങോട്ട് വന്നേ.
5 വർഷമായിട്ട് ആരും കാണാത്ത ഈ ഫോട്ടോ ഇപ്പൊ ചക്കിമോൾ എങ്ങനെ കണ്ടുപിടിച്ചു? മേഘനയുടെ ഓർമ്മകളെല്ലാം കൊട്ടിയടക്കപ്പെട്ട നിന്റെ ഹൃദയത്തില് ഈ ഫോട്ടോ മാത്രം എങ്ങനെയാടാ സ്ഥാനം പിടിച്ചത്? മേഘനയോടുള്ള നിന്റെ ദേഷ്യമാണോ സത്യം, അതോ അവളോടുള്ള നിന്റെ മനസ്സിലെ സ്നേഹം? മോം നേരം വെളുത്തപ്പോ വന്ന് മൂഡ് അപ്സെറ്റ് ആക്കി. ഇനി ഇന്നത്തെ ദിവസം മുഴുവനും കുളമായത് തന്നെ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? രാവിലെ അച്ഛന്റെ റൂമിൽ നിന്നൊരു ഫോട്ടോ കിട്ടിയായിരുന്നു. അതാരാണെന്ന് ഞാൻ എല്ലാരോടും ചോദിച്ചു, പക്ഷെ ആരും ഉത്തരം പറഞ്ഞില്ല. ആ മഞ്ചിരി ആണെങ്കി ഫോട്ടോ പിച്ചി കീറി കളഞ്ഞു വെച്ചാ. ആ ഫോട്ടോയിലുള്ള ആന്റി ആരാണെന്ന് അച്ഛനറിയാമോ? ആന്റി ചക്കി, ആ ഫോട്ടോയെ കുറിച്ചോ അതിലെ ആളെ കുറിച്ചോ ഇനി ഒരക്ഷരം മിണ്ടി പോരുത്. എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ചെന്ന് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ അത് ചെയ്. എന്ത് പറ്റി അച്ഛാ? ഞാൻ ആ ഫോട്ടോയെ കുറിച്ച് ചോദിച്ചോണ്ടല്ലേ എന്നോട് പോയിരുന്ന് പഠിക്കാൻ പറയുന്ന. അച്ഛൻ ആ ഫോട്ടോയിലുള്ള ആന്റി ആരാണെന്നറിയോ? ചക്കി, നിന്നോട് എത്ര പ്രാവശ്യം പറയണം വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണ്ടെന്ന്? ആദ്യം പറഞ്ഞനുസരിക്കാൻ പഠിക്കേ. അണ്ടർസ്റ്റാൻഡ്? ചക്കിമോളെ, എന്താടാ നീ കാണിക്കുന്നത്? കാലത്തന്നെ നീ തുടങ്ങിയല്ലോ. ഇപ്പൊ കുഞ്ഞിനെ വഴക്ക് പറയേണ്ട കാര്യം എന്തായിരുന്നു? പാവം ചക്കിമോള്, അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. അതിനേക്കാൾ ഒരു 100 ഇരട്ടി വിഷമമുണ്ട് എന്റെ മനസ്സിന്. താല്പര്യമില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് ആളാം വിധം ഓരോന്ന് ചോദിച്ചോണ്ട് വരും. ആ പേര് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാലോ. കഷ്ടം, ഇത് പ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ട്. നിനക്ക് പ്രാന്തുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അതാ നല്ലത്. അതൊരു കുഞ്ഞിന്റെ നേരെ കാണിക്കാൻ പാടില്ല. അതല്ല മോം. ചക്കി, 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 എന്താ പറ്റിയേ? ഇതെങ്ങനെയാ മുറിഞ്ഞേ? ഈശ്വരൻ നല്ലപോലെ ചോര വരുന്നുണ്ടല്ലോ. നോക്കി നടക്കണ്ട മോളെ, ഇങ്ങനെ കെയർലെസ് ആയാലും എങ്ങനെ ചക്കി? നീ കണ്ടല്ലോ മിഥുൻ, നീ വഴക്ക് പറഞ്ഞോണ്ടാ അവള് താഴെ വീണതും മുട്ടുമുറിഞ്ഞതും. നിനക്ക് വേദനിക്കുന്നുണ്ടോ മോളെ? നല്ല വേദനയുണ്ട് അച്ഛ. മുട്ട് മുറിഞ്ഞത് കൊണ്ടൊന്നുമല്ല, എന്നെ വഴക്ക് പറഞ്ഞോണ്ട്. അച്ഛൻ ഇങ്ങനെയൊന്നും എന്നോട് ദേഷ്യപ്പെടാത്തതായിരുന്നു. ഇപ്പോഴൊക്കെ അച്ഛൻ എന്നോട് ഒട്ടും ഇഷ്ടമല്ല. എന്താ അച്ഛ, ചക്കിമോളോട് ഇപ്പൊ ഇഷ്ടം കുറഞ്ഞു പോയോ അച്ഛാ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഐ ആം വെരി സോറി ചക്കി. ഞാൻ മോളെ അങ്ങനെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. ആരോടോ ഉള്ള ദേഷ്യം അത്രയും എന്റെ അടുത്ത് തീർത്തു പോയതാ. മോള് വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. നിനക്ക് എല്ലാം എക്സ്ട്രീം ആണല്ലോ. ചെറിയൊരു മുറിവല്ലേ, ഇത് ഡോക്ടറെ വിളിച്ച് ചോദിച്ചാ മതി. നിക്ക്, ഞാൻ ചോദിക്കാം ഡോക്ടറോട്. വാ മോളെ, എനിക്ക് മോനെ ചിക്കോ, ഈ പാലൂടി. ഗ്രാനി, അമ്മ ഇതുവരെ വന്നില്ലേ? സമയം ആവുന്നതല്ലേ ഉള്ളൂ, അമ്മ ഇങ്ങ് എത്തിക്കോളും. മോനാ പാല് കുടിച്ചേ. അമ്മേ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പൊ വരുമെന്ന് ഗ്രാനി പറഞ്ഞു. സ്കൂളിൽ പോവാൻ സമയായി. എന്നെ ഡ്രോപ്പ് ചെയ്യാമോ? ഇന്ന് മോൻ ഡ്രൈവറുടെ കൂടെ പോയിട്ട് വാ. എനിക്ക് വയ്യ മോനെ. അയ്യോ, അതെന്താ അമ്മേ? അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ലടാ മോനെ, ഇന്ന് നീ ഒറ്റയ്ക്ക് പോയിട്ട് വാ. അമ്മയും കൂടി വാ അമ്മേ. ചിക്കോ, അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞില്ലേ, ഇന്ന് ഗ്രാനി മോനെ ഡ്രോപ്പ് ചെയ്യാം. അതൊന്നും വേണ്ട ഗ്രാനി. ഞാൻ ഇവിടുന്ന് ചക്കയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ചക്കയെ വിളിച്ച് സ്കൂളിൽ പോയിക്കോളാം. ചിക്കോ, എന്നാ മോൻ എന്നവരെ വിളിച്ച് ചോദിച്ചു നോക്ക്. ചക്കി ചിലപ്പോ നേരത്തെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും. ചക്കി പോവൊന്നുമില്ല.
ഒന്നുമില്ല. ഞാൻ നേരിട്ട് അങ്ങോട്ട് പോവാ. ചിക്കു, ചോദിക്കാതെ എങ്ങോട്ട് പോവാൻ പാടില്ല. ആദ്യം ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് വേണം പോവാൻ. എന്നാ വിളിക്കൂ അമ്മേ. അമ്മയുടെ ഫോണിങ്ങിതാ. ചക്കിമോളെ, വേദനിക്കുന്നുണ്ടോ നിനക്ക്? അച്ഛാ, അച്ഛൻ വെറുതെ സീനാക്കല്ലേ. എനിക്ക് അത്ര വലിയ വേദന ഒന്നും ഇല്ല. കണ്ട വലിയേട്ടാ, വലിയേട്ടൻ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൾക്ക് വേദന ഉണ്ടെങ്കിൽ പോലും ഇല്ല എന്ന് പറയുന്നത്. ഈ അച്ഛന്റെയും മോളുടെയും കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ വിവേക്. ഇവളൊരു ഉറുമ്പ് കടിച്ച് അവൻ അവിടെ താഴെ വീഴും. ഇവനെന്തേലും പറ്റിയ അവളുടെ കഥ ഇത് തന്നെ. രണ്ടെണ്ണം കൂടി ചേർന്ന് നമ്മൾ ഇങ്ങനെ ടെൻഷനാക്കും. ഹലോ ഹലോ, ഞാൻ ചിക്കുവാണ് സംസാരിക്കുന്നത്. ചിക്കു, ചിക്കുവാണ് വിവേക്, ഞാൻ സംസാരിക്കുന്ന. ഹലോ ചിക്കു, ഞാൻ ചക്കിയുടെ അച്ഛമ്മയെ സംസാരിക്കുന്നത്. നമസ്കാരം ഗ്രാനി. ഇന്ന് ചക്കി സ്കൂളിലോട്ട് വരുന്നുണ്ടോ ഗ്രാനി? വരുന്നില്ല മോനെ. ചക്കി താഴെ വീണ് മുട്ടിന് നല്ലോണം മുറിവ് പറ്റി. ഇന്ന് അവള് സ്കൂളിൽ വരുന്നില്ല മോനെ. ആണോ ഗ്രാനി? ചക്കി എങ്ങനെ താഴെ വീണേ? വലിയ മുറിവാണോ ഗ്രാനി? എപ്പോഴാ അവള് വീണേ? ചക്കി എന്താ ഗ്രാനി ഇങ്ങനെ? സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞൂടായിരുന്നോ? ചിക്കു എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നെ? ഇവന്റെ വിഷമം കണ്ട ഇവര് ഇരട്ട കുട്ടികളാണെന്ന് തോന്നൂല്ലോ. ചിക്കു, എന്ത് പറ്റി മോനെ? ചക്കി താഴെ വീണ് കാല് മുറിഞ്ഞത്രേ. ഇപ്പൊ ചക്കിക്ക് എങ്ങനെയുണ്ട് ഗ്രാനി? വലിയ കുഴപ്പമൊന്നുമില്ല ചിക്കു, പെട്ടെന്ന് ശരിയായിക്കോളുന്ന ഡോക്ടർ പറഞ്ഞു. ചെറിയൊരു മുറിവേ ഉള്ളൂ. ചെറിയ മുറിവാണെന്ന് പറഞ്ഞ് കെയർലെസ് ആയി വിട്ടു കഴിഞ്ഞാ അത് പഴുക്കില്ലേ? ഞാൻ അങ്ങോട്ട് വരുവാ ഗ്രാനി. എന്താ പറയുന്നു വല്യമ്മേ? ചക്കിയുടെ മുട്ട് മുറിഞ്ഞെന്ന് കേട്ടതും ചിക്കുനവിടെ നിൽപ്പുറക്കുന്നില്ലെന്ന് തോന്നുന്നു. ചിക്കൂന് എന്നെ ഭയങ്കര ഇഷ്ടാ അച്ഛമ്മേ. സ്കൂളിൽ വെച്ചാണെങ്കിലും എനിക്ക് വല്ലതും പറ്റിയ അവന് ഭയങ്കരമായിട്ട് സങ്കടാകും. ആരെങ്കിലും എന്നെ വല്ലതും പറഞ്ഞ അവൻ അവരുടെ മൂക്കിടിച്ചു പൊളിക്കും. ആ ചിക്കു ഓരോന്ന് അങ്ങനെ കാണിക്കുന്നതിന് ഇത്ര പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പൊക്കി പറഞ്ഞതൊന്നും അല്ലടാ. നല്ലത് ചെയ്യുമ്പോ അപ്രീഷിയേറ്റ് ചെയ്യണം. ചിക്കുച്ചക്കയ്ക്ക് നല്ലതല്ല ചെയ്തേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവര് ഇരട്ടപ്പിള്ളേരാണെന്ന് തോന്നിപ്പോവാ. എനിക്കും ചക്കിയെ പോലെ ചിക്കുനും ഭയങ്കര ഇഷ്ടാ. മോമിനി അതും പറഞ്ഞു തുടങ്ങിക്കോ. എനിക്കാണെങ്കിൽ അവനെ കാണുമ്പോ തന്നെ അരിശം കയറാൻ തുടങ്ങും. കുട്ടികളുടെ സ്നേഹം കണ്ട് സന്തോഷിക്കുന്നതിന് പകരം ദേഷ്യപ്പെടുന്നത് എന്തിനാടാ? അതിനവര് ഈ ഇടയിലെ കണ്ടുമുട്ടിയേ. അപ്പോഴേക്കും അത്രയ്ക്ക് സ്നേഹത്തിന്റെ കാര്യമുണ്ടോ? നീ പറഞ്ഞാലും കാര്യമുണ്ടടാ. ചക്കിയുടെ കാര്യത്തില് നമ്മളെക്കാളും ഒക്കെ കരുതൽ അവൻ കാണിക്കുന്നെ. അതുകൊണ്ടാടാ ഇവര് തമ്മിലുള്ള ഈ സ്നേഹബന്ധം രക്തബന്ധാണോന്ന് പോലെ എനിക്ക് തോന്നിപ്പോകുന്നത്. അങ്ങനെ ഇവര് തമ്മിലൊരു ബന്ധവും കൊണ്ടൊന്നുമില്ല. വേണ്ടാത്ത ബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത് മോമിതൊരു വള്ളിക്കെട്ടാക്കാതിരുന്നാ മതി. വല്യമ്മേ, വല്യേട്ടനെ ശ്രദ്ധിച്ചോ? ഏട്ടന് ചിക്കുവിനെ പറ്റി പറയുമ്പോ അസൂയാണെന്ന് എനിക്ക് തോന്നുന്നേ. അവൻ അത്ര വലിയ സീനൊന്നും അല്ല. നീ വലിയ വർത്താനം പറയണ്ട. ആ ചിക്കിപ്പോ വല്ലാതെ സ്കോർ ചെയ്യാ. അവനെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമായി. അവനെ ചക്കയായിട്ട് അധികം അടുപ്പിക്കാതിരിക്കുന്നത് നല്ലത്. അമ്മേ, ഞാൻ ചക്കിയുടെ വീട്ടിലേക്ക് പോവാണ്. ചിക്കു ചിക്കു നിക്ക്. ചക്കിക്ക് എങ്ങനെയുണ്ടെന്ന് ആർക്കറിയാം? ഞാനും നിന്റെ കൂടെ വരട്ടെ ചിക്കു. മേഘേ, എനിക്കും ചക്കിമോളെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ഞാനും നിങ്ങളുടെ കൂടെ വരിക കേട്ടോ. അത് നന്നായി, നമുക്കൊരുമിച്ച് പോവാം. ചിക്കു, ചക്കിയുടെ വീട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? നമ്മൾ എത്തിക്കഴിഞ്ഞു ഗ്രാനി. 2 മിനിറ്റും കൂടെ ഉണ്ടാവും. ഈ സ്ഥലമൊക്കെ എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. മിഥുനേട്ടന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. ഈശ്വര, നന്ദൻ കുടുംബത്തിൽ ആരെയും എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തരുതേ. ആരും എന്നെ തിരിച്ചറിയാതെ നോക്കിക്കോണേ.
ഹലോ. മോളെ മേഘനെ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകുമെന്ന് നീ പറഞ്ഞ വാക്ക് ഫലിച്ചിരിക്കുകയാണ് മോളെ. മിഥുനുണ്ടാകാൻ പോകുന്ന ആപത്തിന് പരിഹാരമാർഗം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ആണോ പണിക്കരങ്കുന്നേ? സത്യാണോ ഇത്? പിന്നല്ലാതെ. മോള് പറഞ്ഞത് വെച്ച് ഞാൻ ഇവിടെയുള്ള കുറച്ച് പുസ്തകങ്ങൾ നോക്കി. ആ പുസ്തകത്തിലെ ഒരു ഏടിൽ നിന്ന് എനിക്ക് പരിഹാരവും കിട്ടി. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിഹാരമാ. അതെന്തായാലും ചെയ്തോളാം പണിക്കരങ്കുന്നേ. ഫോണിൽ പറയാൻ പറ്റില്ല മോളെ. നീ എത്രയും പെട്ടെന്ന് ആശ്രമത്തിലേക്ക് വാ. ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം. ചിക്കുന്റെ സ്കൂളിലേക്ക് പോവായിരുന്നു. എന്നാ വന്നോളൂ. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്തി. എന്താ മേഘ നിനക്ക് പറ്റി? നേരം വെളുത്തപ്പോ തൊട്ട് നീ ഒരു നിലയിലൊന്നും അല്ലല്ലോ. എന്താ മോളെ അത്ര വലിയ പ്രശ്നം? എനിക്കോ എന്റെ മോനോ നിന്നെ സഹായിക്കാൻ പറ്റിയ ഞങ്ങൾ അതിന് തയ്യാറാ മോളെ. അങ്ങനെയൊന്നുമില്ല ഗൗരിയമ്മേ. എന്നോട് കള്ളം പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാലോ നിനക്കെന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. ഇനി നീ തിരിച്ചു വരുന്നവരെ ഈ വെപ്രാളം ഇങ്ങനെ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഗൗരിയമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാ. പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം. അമ്മേ, അമ്മയും കൂടി വരികയായിരുന്നെങ്കിൽ അത് ചക്കിക്ക് ഒത്തിരി ഹാപ്പി ആയേനെ. ഞാനും വരണമെന്ന് തന്നെയല്ലേ കരുതിയേ. പക്ഷേ പെട്ടെന്ന് ഇപ്പൊ അതിനേക്കാൾ അത്യാവശ്യമുള്ളൊരു കാര്യം എനിക്ക് വന്നത്. അവിടെ പോവാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാ മോനെ. ഞാൻ പോയിക്കോട്ടെ. നിങ്ങൾ പോയിട്ട് വാ. വരാന്ന് പറഞ്ഞിട്ട് അമ്മ എങ്ങോട്ടാ പോയത് ഗ്രാനി? അത്ര വലിയ എന്ത് കാര്യാ? ചിക്കുമോന് തോന്നിയ ഇതേ സംശയം എന്റെ മനസ്സിലും തോന്നാഞ്ഞിട്ടല്ല മോനെ. പക്ഷെ എന്ത് ചെയ്യാനാ, ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ അമ്മയായിട്ട് വാ തുറന്നാ മാത്രമേ ഇതിന്റെയൊക്കെ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന പോലൊരു വിശ്വാസം എപ്പോഴാണാവോ നിന്റെ അമ്മയ്ക്ക് ഞങ്ങളോട് തോന്നുക. അയ്യോ ഗ്രാനി, ഞാൻ അമ്മ എവിടെയാ പോയതെന്ന് മാത്രല്ലേ ചോദിച്ചുള്ളൂ. ഗ്രാനി പറഞ്ഞോന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്കിപ്പോ ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഡ്രൈവറെ, വണ്ടി എടുത്തോളൂ. രണ്ട് ദിവസത്തേക്ക് കാലനക്കണ്ട, പിന്നെ തന്നെ ശരിയായിക്കോളും. ഓക്കെ ഡോക്ടർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചക്കി, അരുണിമേച്ചി, എന്താ ഡോക്ടർ വന്നേ? ആർക്കെന്താ പറ്റി? ചക്കി താഴെ വീണ് മുട്ടും പൊട്ടിച്ചിരിപ്പുണ്ട്. ചക്കിക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഇവിടെ ഉള്ളവരാരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ആദ്യം ആ പെണ്ണിനോടെ കാല് നിലത്ത് ചവിട്ടി നടക്കാൻ പറ. മഞ്ജരി, ചക്കിമോള് കൊച്ചുകുട്ടിയല്ലേ? നടക്കുന്ന വഴി കാല് തെറ്റിയൊന്ന് മുട്ടുമുറിഞ്ഞു. ആ ഒരു കാര്യത്തിന് നീ എന്തിനാ കുഞ്ഞു കൊച്ചിന് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ഓ, ഇതിപ്പോ എത്ര വലിയ കാര്യമാണോ? കൊച്ചിലെ നമ്മൾ ആരും താഴെ വീണിട്ടില്ലേ? കാലും കൈയൊക്കെ എത്ര വട്ടം മുറിഞ്ഞിട്ടായിരിക്കും നമ്മളൊക്കെ വളർന്നു വന്നേക്കുന്നത്. ചെറുതായിട്ടൊന്ന് പോറിയന് ഡോക്ടറെ വിളിച്ച് ഇവിടെ മാമാങ്കം നടത്തുന്നു. എന്തൊക്കെയാണാവോ ഈ വീട്ടിൽ നടക്കുന്നത്? ബന്ധങ്ങളുടെ വിലയറിയാവുന്നവരുടെ വായിന്ന് ഇതുപോലൊന്നും വരില്ല. ഇത്ര പ്രായമായിട്ടും മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്ന നിനക്കറിയില്ല. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാണേ. സാരമില്ല, അതിരിക്കട്ടെ. രണ്ടുപേരും എവിടെ പോയിട്ടുള്ള വരവാ? ഭാർഗവ പണിക്കരെ ഒന്ന് കാണാൻ പോയതാ. അതെന്തിനാ? വിവേകിന് മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യണ്ടേ? ഞാൻ തീരുമാനിച്ച ഡേറ്റിൽ തന്നെ കല്യാണം നടത്താൻ പറ്റുമെന്നാ ഭാർഗവ പണിക്കർ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. പ്രിയംവദേ, എല്ലാം ആലോചിച്ച് തന്നെയാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അതിലെന്താ സംശയമുള്ള? ആ മുഹൂർത്തത്തിൽ തന്നെ ഇനി ഈ കുടുംബത്തിലുള്ള ആരെല്ലാം തല കുത്തി നിന്നാലും വിവേകിന്റെ കല്യാണം നടക്കുമെന്ന് ഭാർഗവ പണിക്കർ ഉറപ്പ് തന്നു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ. ഇനി ഇതിൽ ആലോചിക്കാൻ ഒന്നും ബാക്കിയില്ല. മുഹൂർത്തത്തിന്റെ ഡേറ്റ് സമയം ഞാൻ പെൺവീട്ടുകാരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്.